5 വക്ത് നിസ്കരിച്ചുകൊണ്ട് റബ്ബിനെ ആളാൻ കഴിയൂല. അത് നിന്റെ ബാധ്യതയാണ്. അതേ സമയത്ത് 1000 ഫാത്തിഹ ഓതുന്നുണ്ട്, 100 ആയത്തുൽ കുർസിയിലുണ്ട്, 1000 സ്വലാത്തിലുണ്ട്. അത് എനിക്ക് എന്തില്ല, വാജിബില്ല. അത് റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യാണ്. അപ്പോൾ റബ്ബ് നിന്നിലേക്ക് അടുക്കും. കാരണം നീ റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിച്ചതുകൊണ്ട് റബ്ബ് നിന്നിലേക്കും അടുക്കാൻ ശ്രമിക്കും. അതാണ് മസാല അബ്ദി, എൻ്റെ അടിമ. പിന്നെ പിന്നെ അവൻ്റെ കൈയും കാലും ഒക്കെ ഞാനായി മാറും. 5 വക്ത് ഫർള് നിസ്കരിച്ചോണ്ട് എന്താവൂല, ഒരു മുഖറബാൻ കഴിയില്ല. എന്താണ് വഹാബികൾ ഔലിയാക്കൾ ഉണ്ടാകുന്നത്? ഒരു ഔലിയാക്കൾ എന്ന കൂട്ടർ നിഷേധിക്കാൻ കാരണം എന്താ? ഒരു കൂട്ടത്തിലില്ല. അത് പറഞ്ഞെടുക്ക, അങ്ങനെയാണ്. അത് ഉറപ്പല്ലേ? നമ്മൾ അള്ളാൻ്റെ ഔലിയാക്കന്മാരും ഉണ്ട്, കറാമത്തുണ്ട് അറിയുമ്പോൾ ഓല് പറയാം ആ ജാതി കുളൂസൊന്നും പെടണ്ട, അത് നമ്മളെടുത്തുണ്ട് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിലൊരു വാദപ്രതിവാദം നടത്താനല്ല. ഒരു വാദപ്രതിവാദ മുജാഹിദീങ്ങളിലും കുറച്ച് ഔലിയാക്കളും കറാമത്തൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ആ വാദപ്രതിവാദമെങ്കിലും കുറഞ്ഞിട്ടൂലേ? കാരണം അതിപ്പോൾ ഓർക്കുണ്ടായാൽ പിന്നെ ഓർക്ക് എന്ത് പറയാം? അതിനിപ്പോൾ നിങ്ങൾ മാത്രമല്ല, നമ്മളെടുത്തുണ്ട് ഔലിയാക്കന്മാരും കറാമത്തും പറഞ്ഞാൽ തീർന്നില്ല കാര്യം. ഇത് ഓല് പറഞ്ഞ ഔലിയാക്കളും ഇല്ല കറാമത്തും ഇല്ല. അതിനെന്താ കാരണം? ഓല കൂടുതലായില്ല. പറയും മനുഷ്യന്മാരെ, ഓല കൂട്ടത്തിൽ അതുണ്ടാകുമ്പോൾ അതുണ്ട് എന്നല്ലേ അവർ പറയാ? ഇല്ല. എന്തുകൊണ്ടില്ല? ഓല് കണക്കൊക്കെ ചാറും ചോറും മാത്രമേ ഉള്ളൂ. അതിനപ്പുറം അസ്മാഉൽ ഹുസ്ന ഇത്ര ചെല്ല, ഒരു അസ്മാ ബദറില്ല. ഇതൊന്നും അവർക്ക് ശിർക്കും ബിദഅത്തും മറ്റതും മറിച്ചതുമാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ആരുണ്ടാവില്ല? മാസാല അബ്ദി ബിൻ നവാഫിൽ യഖ്റുബു. ആരെങ്കിലും ഒരു തസ്ബീഹ് മാല കൗണ്ടറും കൊണ്ട് നടക്കുകയാണെങ്കിൽ കളിയാക്കും. എന്തേ കളിയാക്കൂലേ? ഒരു മാലി കൗണ്ടറൊക്കെ കണ്ട കളിയാക്കും. എന്തിനെന്താ ചിലർ വേരെല്ലുമ്പോൾ ചെല്ലിനൊരു പരിധിയില്ലേ? ചില വിഡ്ഢികൾ പറയാണ് വേരെല്ലാണല്ലോ നബി ചെല്ലിയത്. മനസ്സിലായി? വിരലുമ്പോൾ ചെല്ലിയാൽ പോലെ വിരലുമ്പോൾ ചെല്ലിയാൽ മതി. പക്ഷെ നിനക്ക് കൂടുതൽ ചെല്ലിയ അതത് ക്ലിയറാക്കി ചെല്ലണമെങ്കിൽ എനിക്ക് അവിടെ എന്ത് വേണം? കൗണ്ടർ വേണം. കൗണ്ടർ അത്യാവശ്യമല്ലേ അവിടെ? എണ്ണിനൊരു പരിധിയില്ലേ? ഇത് അങ്ങനെയല്ലേ? അപ്പോൾ ഒരു കാര്യത്തിനൊക്കെ അത്യാവശ്യം വന്നത് അത്യാവശ്യം തന്നെയല്ലേ? ഈ കൗണ്ടറൊക്കെ കണ്ട് കൗണ്ടർ ഉപയോഗിക്കുന്ന കളിയാക്കും. പ്രത്യേകിച്ച് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ നമ്മളിപ്പോൾ ഈ മറ്റേ കൗണ്ടർ മോതിരൊക്കെ കൗണ്ടർ സദസ്സിലായിട്ട് കളിയാക്കണം ഞങ്ങളിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കൂടുതൽ ഔലിയാക്കളില്ല, കറാമാത്തുമില്ല. നമ്മളെ കൂടുതൽ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം നമ്മളെ കൂടുതലില്ലാതെ നമ്മളെ ഔലിയാക്കളില്ല. ഇനിയിപ്പോൾ അത് പറയലാണ്ട് നമുക്ക് എന്തുകൊണ്ട്? നമ്മളെ കൂടുതൽ അങ്ങനത്തെ ആളുകൾ ഇപ്പം നമ്മളും വഹാബിയും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാതെ ഇപ്പോൾ നമ്മളൊക്കെ ഇനി എന്താ പറയാൻ നല്ലത്? പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഹിജ്റ 300 ശേഷം ഉണ്ടായിട്ടില്ല. അപ്പം പിന്നെ നിങ്ങൾ ഔലിയാപ്പാപ്പയാക്കാത്തിന് കുറ്റമൊന്നും ആരും പറയില്ല. ഇപ്പം എല്ലാവരും പറയുന്നത് എന്താണ്? ഹിജ്റ 300 ശേഷം പിന്നെ കുത്തുബീങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ? കുഴപ്പമില്ല. അപ്പോൾ പിന്നെ മൂല്യക്കാർക്ക് നിങ്ങൾക്ക് ഇത്രയും 25 കൊല്ലം 35 കൂട്ടമൊക്കെ ഉണ്ടായിട്ട് നിങ്ങളെന്ത് ഔലിയാകാഞ്ഞു ആരും ചോദിക്കൂല. കാരണം ഹിജ്റ 300 ശേഷം ഇല്ലല്ലോ. നമ്മളിപ്പോൾ ഹിജ്റ 15-ാം നൂറ്റാണ്ട് അപ്പുറം തീരെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മൂല്യർക്ക് കോയിറച്ചി ഉണ്ടാക്കി കൊടുക്കുമ്പം നാടന് പെരക്കാരന് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഔലിയാക്കൾ ഇല്ല, ഈ ജാതിയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ എന്നാണ് ഓൻ വിചാരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നിഷേധിക്കണം ഹിജ്റ 300 ശേഷം ഷെയ്ഖ് മുറബിയൊന്നും ഉണ്ടായിട്ടില്ല. അത് ഇല്ലാത്തൊരു കാലം തന്നെ ഉണ്ടാവില്ല. കാരണം അള്ളാഹിൻ്റെ പണി ഇവിടെ നടക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പണി ഇവിടെ ഈ ഷെയ്ഖ് മുറബിൻ ഈ മൊഹീദ്ദീൻ ഷെയ്ഖിനേക്കാളൊക്കെ 1000-10000 ഇരട്ടി വലിയ ആൾ അഞ്ഞിവിടെ വരാൻ പോണത്. പിന്നെ ഔലിയാക്കന്മാരെ കാലം കഴിഞ്ഞു എന്ത് വിചാരിച്ചിട്ടു പറയുന്നത്? മനസ്സിലായില്ല? ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയേക്കാളും 1000 ഇരട്ടി വലിയ ആൾ അഞ്ഞിവിടെ വരാൻ പോണ ആള് ആര്? പറ. ഇമാം മഹ്ദി തങ്ങൾ റളിയല്ലാഹു അൻഹു. മഹ്ദി ഔലിയാക്കന്മാരൊക്കെ കാലം കഴിഞ്ഞു ഇനി ഉണ്ടാവില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലേക്ക് പറയുന്നത്? ആ മനുഷ്യൻ നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല. ഒരു കറാമത്തും 2 കറാമത്തും 100 കറാമത്തും ആവില്ല. കറാമത്ത് മാത്രമായിരിക്കും ജീവിതം. അപ്പം ഞാനെന്താ അതൊക്കെ പറഞ്ഞു? ഇത് കാരണം നമ്മൾ നവാഫിന് കൊണ്ട് റബ്ബിലേക്ക് അടുക്കണം. മാസാല അബ്ദി ബിൻ നവാഫിൽ യഖ്റുബു എന്നാണ് പറഞ്ഞതിനർത്ഥം. എന്ന് وعن ابن عباس رضي الله عنهما قال مر الحسين بن علي رضي الله عنهما فاغتم النبي صلى الله عليه وسلم فأوحى الله تعالى إليه أن يقرأ سورة لا فاء فيها.
واقرأها على إناء فيه ماء 40 مرة وتغتسل به يديه ورجليه وجهه ورأسه وما بطن وما ظهر من بدنه فإن الله يذهب عنه ما يؤلمه إن شاء الله. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാം, ഒരിക്കൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു രോഗം വന്നു, കുട്ടിയാണ്, രോഗം വന്നു. ഫഖതമൻ നബി റസൂലുള്ളാഹിക്ക് വിഷമായി. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ് ആര്? ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഫഅവഹ അല്ലാഹു തആല ഇലൈഹി, അപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വഹയും കൊണ്ടുവന്നു. എന്താ ജിബ്രീൽ പറഞ്ഞു? ഫാ ഇല്ലാത്ത സൂറത്തുണ്ട്, അത് ഒരു കളി നടന്നു. ഏതാ ഫാ ഇല്ലാത്ത സൂറത്ത്? ഫാത്തിഹ. ഫാത്തിഹന്റെ പേരില്ല, ഫാ പുറത്തില്ല, ഉള്ളിലില്ല. സൂറത്തുൻ ലാ ഫാ ഫിഹാ, ഫാ ഇല്ലാത്ത സൂറത്ത്. ഫാ ഇല്ലാത്ത സൂറത്താണ് എന്ത്? ഫാത്തിഹ. ഒരഭിപ്രായം ആഫാത്തിനെ തടയാൻ വേണ്ടിയിട്ടാണ് എന്ത്? ഫാ ഇല്ലാത്തത്. ഫാ ഇല്ല, ആഫാത്ത്. മനസ്സിലല്ല, ആഫാത്ത്. ഫൗത്തിനെ കളയുമ്പോൾ ഫൗത്ത് നഷ്ടം, തിരിഞ്ഞില്ല. ആഫത്തിൽ ഫാ ഉണ്ട്, ഫൗത്തിൻ്റെ അർത്ഥം എന്താ? നഷ്ടം. ഇത് ഓതുന്നവന് എന്തുണ്ടാവില്ല? നഷ്ടം ഉണ്ടാവില്ല. ലാഭത്തിന് വേണ്ടി മാത്രമേ അള്ളാഹു ഈ സൂറത്തിറക്കി. അതിലെന്തില്ല? ഫാ ഇല്ല. ഫാഇന് ഫൗത്ത് എന്ന് അർത്ഥമാക്കാം, ആഫത്ത് എന്ന് അർത്ഥമാക്കാം. അത് രണ്ടും ഇല്ല. അത് ഓതുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? ആഫത്തുണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. ആഫത്ത് മനസ്സിലായില്ലേ? ആഫത്ത് മനസ്സിലായില്ലേ? ഫൗത്തിൻ്റെ അർത്ഥം എന്താ? നഷ്ടം. ഒരു നഷ്ടം ഉണ്ടാവില്ല. ആ സൂറത്ത് ഓതിക്കളയും ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ആ പാത്രത്തിലാണ് ഇത് ഓതേണ്ടത്. 40 മറ, 40 വട്ടം. അതുകൊണ്ട് കഴുകുക. യദൈഹി, കുട്ടിയുടെ 2 കൈ, രിജ്ലൈഹി 2 കാല്, വവജ്ഹു മുഖം, വറസഹു തല, വമാ ബതന വമാ ലഹറ മിൻ ബദനിഹി, ശരീരത്തിന്റെ ഉള്ളും പുറം ഒക്കെ ഒന്ന് മനസ്സിലായി പ്രത്യക്ഷമാവുന്നതും ഒക്കെ ഒന്ന് കഴുകുക. ഉള്ളിൽ കുറച്ച് കുടിക്കുകയും ചെയ്യാന്നർത്ഥം. എന്ന് ഫഇന്നല്ലാഹ യുദ്ഹിബു, ആ രോഗം അല്ലാഹു തആല മാറ്റി തരുമെന്ന് ആര് പറഞ്ഞു? സയ്യിദുനാ ജിബ്രീൽ. അത് ചെയ്തു, രോഗം മാറി. അപ്പോൾ അതൊരു കണക്കാണ്. അപ്പോൾ 40 അതിൽ കണക്ക്, അതിനൊരു കണക്കുണ്ട്. ഈ കണക്കൊക്കെ ഒന്നിരിക്കൽ കശ്ഫ് ഇൽഹാമായിരിക്കും, അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് കൊടുത്തതായിരിക്കും. അപ്പോൾ അതൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ്. ഏത് രോഗം ഉണ്ടെങ്കിലും ആദ്യം ആശുപത്രിക്ക് പോയല്ല വേണ്ടത്. രോഗത്തിന് ഇപ്പോഴത്തെ നമുക്ക് പറ്റിയ പ്രശ്നത്തിൽ ഒന്ന് രോഗം വരുമ്പോഴത്തേന് എവിടേക്ക് പറഞ്ഞു. പണ്ടത്തെ കാലം അങ്ങനെയല്ല. ഒരു പനി വന്നാൽ 1 ദിവസം 2 ദിവസം 3 ദിവസം ഒന്ന് കാക്കും, പിന്നെയാണ് വൈദ്യരെടുത്ത് പോവുക. വൈദ്യരെടുത്ത് പോയാൽ 1 ആഴ്ച 2 ആഴ്ച അങ്ങനെ മരുന്ന് കുടിച്ച് അത് നീക്കും. ഇപ്പം നമുക്ക് എന്താണെന്നറിയോ? നമുക്ക് പനിയാണ് വന്നാൽ ആശുപത്രി പോയി, അതും ഏറ്റവും ഡിഗ്രി കൂടിയ ഗുളികയാണ് വേണ്ടത്. 2 ദിവസം 3 ദിവസമൊക്കെ നേരം വൈകിയാണോ ഷിഫാകുന്നത്, ആ ഡോക്ടർ മോശപ്പെട്ട ഡോക്ടറാണ്. 1 ഗുളിക 2 ഗുളിക എഴുതി കൊടുത്താൽ മോശപ്പെട്ട ഡോക്ടറാണ്. ഒരു 10 ഗുളിക എങ്ങനെ എഴുതി തന്നാലേ നമുക്ക് സമാധാനമാകും. ഇത് അങ്ങനെയല്ലേ പറയും? അങ്ങനെയാണോ? അല്ലേ? ഒരു കുറച്ച് ഗുളികാണ് ലിസ്റ്റിൽ, അതും ഇതും ഇതൊക്കെ. അപ്പം ആവശ്യമില്ലാത്ത ഡോക്ടറെ എഴുതി കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട്? ഡോക്ടറെ വിശ്വസിക്കണമെങ്കിൽ ഡോക്ടർക്ക് കൂടുതൽ എന്തെങ്കിലും ഗുളിക എഴുതണം. എന്നോട് ഡോക്ടർ എന്ന് പറഞ്ഞു, ഞാനൊരാൾക്ക് രോഗം വന്ന് കണ്ടപ്പോൾ രോഗമല്ല, അപ്പോൾ നിങ്ങളൊന്ന് ആശ്വസിച്ചാൽ മതി, നിങ്ങൾക്ക് അങ്ങനെ പറയാവുന്ന പനിയൊന്നുമില്ല എന്നിട്ട് അയാൾക്ക് ദേഷ്യം വന്നു. പനിയില്ലെങ്കിൽ നിങ്ങൾക്ക് വരും. ഡോക്ടർ പറഞ്ഞു, ഗുളിക കുടിച്ച് നാശാകാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു പനിയൊന്നും ആയിട്ടില്ല, കൂടാണെങ്കിൽ നിങ്ങൾ പിന്നെ വരി, നിങ്ങളിപ്പോൾ പോയിക്കോളി, ഇത് മാറും, വെറുതെ എന്തിനാ ഗുളിക കുടിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് ദേഷ്യമായി. ആരോട്? നിങ്ങൾക്ക് പൈസ എന്നിട്ടല്ല, നിങ്ങൾക്ക് മരുന്നാൾ എഴുതിയാൽ പോലെ. അപ്പൊ ഇത് തന്നെ ഡോക്ടർ പോലും പറഞ്ഞാൽ നമ്മൾ ഗുളികളില്ലാതെ ഒരു പനി വരുമ്പോഴത്തേനും ആശുപത്രി പോകാൻ പാടില്ല. പിന്നെ അവിടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ത്? ഫാത്തിഹ സൂറത്ത് ബന്ധിച്ച് കുടിക്കുക. സംസം ഷിഫാഉല്ലിക്കുള്ളിതാണ്, എന്തിനും മരുന്നാണ്. എന്ത്? സംസം വെള്ളം നമ്മളെ വീട്ടിലില്ലേ, ഉള്ളും കഴിക്കൂലേ, ചില്ലിക്ക്. അപ്പൊ ഇതൊക്കെ അങ്ങനെയാണ് ചെയ്താൽ അത് 40 വട്ടം ആ വെള്ളത്തിൽ ഊതി ചെയ്യാൻ വേണ്ടി സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അങ്ങനെ അമൽ ചെയ്തു. 40 വട്ടം ഊതി അത് ചെയ്തു, രോഗം മാറി.
ومن قرأها بالوضوء 7 أيام في كل يوم 70 مرة ونفع على ماء طاهر وشربه يرزقه الله تعالى بفضله العلم والحكمة ويطهر قلبه من الأفكار الفاسدة ويجعله ذكيا لا ينسى ما سمعه أبدا. അപ്പോൾ കുട്ടികൾ നന്നാകാൻ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, എഴുതി വെക്കണം, പോയി പറഞ്ഞു കൊടുക്കണം. ഒമൻ ഒരാൾ ഖറഅഹ ഫാത്തിഹ ഓതി ബിൽ വുളൂഇ വുളൂഓടുകൂടി 7 അയ്യാമിൻ 7 ദിവസം ഫീ കുല്ലി യൗമിൻ 70 മറ വെള്ളം വെക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ ഈ ഫാത്തിഹ ഓതി എത്ര വട്ടം? 70 വട്ടം. വനഫഅല മാഇൻ ത്വാഹിർ നല്ല ശുദ്ധിയുള്ള വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ ഊടുക. മഴവെള്ളം വളരെ നല്ലത്, മഴവെള്ളം വളരെ നല്ല. മഴവെള്ളത്തിൻ്റെ അത്ര സംസം വെള്ളം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിലയുള്ള വെള്ളം ആണ് എന്ത്? നേരിട്ടെടുക്കണം. പാത്രം പോലും മാറ്റരുത് എന്നാണ് എൻ്റെ വിഷയം. പാത്രം പോലും മാറ്റരുത്. അതെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് മട്ടൊക്കെ ഉണ്ടാവും. കാരണം അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് കിടക്കണ പൂവ് അത് ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ മഴവെള്ളത്തിൽ ഈ പാത്രത്തിലേക്ക് വരും. അപ്പോൾ അടിയിൽ കുറച്ച് മട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ കുടിക്കുന്ന ആൾ ഇതിലേക്ക് തന്നെ വെള്ളത്തിൽ ഈ ഓത്തൊക്കെ ഇതിലേക്ക് ഊതിയിട്ട് കൈയാട്ടി കുടിക്കാനല്ലേ. പാത്രമാകുമ്പോൾ പിന്നെ ഒരു സാധനത്തിൽ തൊട്ടു. മഴവെള്ളം ഏറ്റവും അഫ്ളൽ ഇങ്ങനെ കുടിക്കാൻ എവിടെയും തട്ടിയില്ല, നേരെ എൻ്റെ ചുണ്ടിലേക്ക് ബിസ്മില്ലാഹി കുടിക്കുക. കരുത്തുണ്ടാവും, ഭയങ്കര എനർജി ഉണ്ടാവും. ഏറ്റവും എനർജി ഉണ്ടാവുന്ന വെള്ളമാണ് എന്ത്? മുതലാണ് മഴവെള്ളം. ഇങ്ങനെ ചുണ്ട് ചുടിക്കുക, കയ്യെ ചുടിക്കുക. കൈ പിന്നെ പറിച്ചെടുക്കാന്നാണ്. ഇത് വേറൊരു പാത്രമല്ല, ഇത് റബ്ബിൻ്റെ സൃഷ്ടിപ്പാണ്. മഴ കൊണ്ടാൽ ആരോഗ്യം കൂടും. വെള്ളമല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെതാണ്. വെള്ളം ആരോഗ്യത്തിൻ്റെ. കുളിക്കുകയാണെങ്കിൽ തോർത്തരുത്. മതി, ഒരുപാട് രോഗം മാറും. തോർത്താത്തവർക്ക് കൈപൊക്കാം. കുളിച്ചാൽ തോർത്താത്തവർക്ക് കൈപൊക്കാം. ഒരാളുണ്ട്, ഞാൻ കുളിച്ചാൽ തോർത്തില്ല. ഇപ്പം കുളിച്ചു വരികയാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ലേശം നേരം കടന്നപ്പോൾ എനിക്കൊരു ക്ഷീണം വന്നു. അപ്പോൾ പോയി കുളിച്ചു. അങ്ങനെ തന്നെ വരിക. തോർത്തനല്ല. തല മുല എന്ന് ചോദിക്കണ്ട. തോർത്തുല അവനെ തല മുല എന്നല്ല ചോദിക്കണം. ഞാൻ തോർത്തൂല. ആദ്യ കാലത്ത് പെരുന്ന പെണ്ണുങ്ങൾ ഈ ആടിൻ്റെ മാതിരി കാര്യം, നിങ്ങളുടെ കുടഞ്ഞോണ്ടൊരു കാര്യം, മനുഷ്യന്മാരൊരു ഇത് നമ്മൾ വൃത്തിയാക്കണം. പിന്നെയും ആട് കയറാൻ ആടുകൾ തന്നെ മഴവെള്ളം തട്ടിയാൽ പിന്നെ വന്നിട്ടൊരു കുടച്ചിൽ. അപ്പം നമ്മൾ പോകുന്നിടത്ത് കൂടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ദേഷ്യം വരും. ഞാനത് വൃത്തിയാക്കിയിട്ട് പിന്നെയും നിങ്ങളെ കുറച്ച് വെള്ളം ഞാൻ അവിടെ പിന്നെയും തുറക്കണം. അതൊക്കെ ഒന്ന് തോർത്തി പോകുന്നൂടെ. നമ്മൾ ആ ചെയ്തേക്ക് കേൾക്കണം. തോർത്തണ്ട, ഒരുപാട് രോഗം മാറും. തോർത്തരുത്, തോർത്തരുത്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊടേൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ കയറി പോന്നാൽ മതി. തോർത്തേ ചെയ്യരുത്, തോർത്തന്നെ ചെയ്യരുത്. എന്നിട്ട് നേരെ ഇന്നർ വെയറുകൾ മൊത്തം അതിന്മേലിടണം. അതിലൊരു നനവുണ്ടാവും. ആ നനവ് ഒരു AC അല്ല, ഇതിനേക്കാൾ പോലെ ഉണ്ടാവും. ശരീരം ഭയങ്കര തണുക്കും. നമ്മളെ ഇന്നർ വെയറുകൾക്ക് മൊത്തം ഒരു തണുപ്പുണ്ടാവും. അത് ശുദ്ധമായ വെള്ളമാണ്. അങ്ങനെ തന്നെ കയറ്റുക, അതിന്മേൽ തൊപ്പിടുക. ഞാൻ അങ്ങനെയല്ലാതെ ഞാൻ തോർത്തരാറില്ല. തോർത്തെന്ന പ്രശ്നം ഇല്ല, തോർത്തൂല. എന്തേ? ഒരുപാട് രോഗത്തിന് പരിഹാരമാണ് തോർത്താതിരിക്കുക. തോർത്തരുത് നബി പറഞ്ഞാൽ തോർത്തരുത്. മുസ്തഫ നബി പറയുമ്പോൾ വെറുതെ ആകുമോ? തോർത്തരുത്. നിന്റെ അവയവത്തിൽ നിന്ന് വെള്ളം പറ്റണം. ആ സ്കിന്ന് നല്ല റാഹത്തണം. ഞാനിപ്പോൾ എൻ്റെ ചോദ്യത്തിനാണ് കൊടുത്തത്. ഫാനിൻ്റെ ഓട്ടേജ് ഇത് കൃത്രിമമായി തണുപ്പിക്കല്ലേ? അത് വേണ്ട മോനെ. ഈ ഓട്ടോമാറ്റിക്കലി സാധാരണ കയറുമ്പോൾ കയറിക്കോ. കുളിച്ച് കഴിഞ്ഞാൽ തോർത്തരുത്. അയിമക്കടന്ന് പറ്റണം. ആദ്യകാലത്ത് കുറച്ച് ദിവസം ജലദോഷം ഉണ്ടാവും, ഒക്കെ തയ്ക്കേണ്ടി വരും. പിന്നെ ജലദോഷത്തിൻ്റെ അവിടെ കടഞ്ഞു, പിന്നെ ഉണ്ടാവില്ല. തലർത്തല മോനെ, തലർത്തല താട്ടി ഒന്നും തോർത്തരുത്. തോർത്തന്നെ ചെയ്യരുത്. മുഖത്ത് വെള്ളം തോർത്തി കഴിഞ്ഞാൽ കുളിച്ചിനൊരു ഫലം ഉണ്ടാവില്ല. തോർത്തൽ ആദ്യം തോർത്ത് മൂക്കാണ്. ആണോ അല്ലേ? പിന്നെ കുളിച്ചിന് ഒരു വിലയില്ല. മുഖത്ത് വെള്ളം തോർത്തിയ ഒന്നും ചെയ്തതിനും ഫലമില്ല, കുളിച്ചതിനും ഫലമില്ല. തോർത്തരുത്.
അങ്ങനെ വറ്റണം. ആ സ്കിന്നിന് ഭയങ്കര ഫതിലുണ്ടാവും. ആ വ്യക്തിക്ക് പെട്ടെന്ന് വയസ്സാവില്ല. ആ വ്യക്തിക്ക് ആരോഗ്യം ഉണ്ടാവും. ആ വ്യക്തിൻ്റെ സ്കിന്നിന് സൗന്ദര്യം ഉണ്ടാവും. അസുഖം തോർത്തൂല. തോർത്തേ ചെയ്യാൻ പാടില്ല. തോർത്താനേ പാടില്ല. തോർത്താണെങ്കിൽ പിന്നെ എന്തിനെ കുളിച്ചു? അഴുക്ക് കളഞ്ഞതിന് ശേഷം പിന്നെ വെള്ളം ഇങ്ങനെ അപ്പം തൻ്റെ ബോഡി തണുക്കും. ഞാൻ ബോഡിയിൽ വെള്ളം നിലനിൽക്കുന്നതോടുകൂടെ ഈ വന്നിട്ട് എന്ത് ചെയ്തു പറയാം, നേരെ റൂമിൽ കയറി തുണി മാറ്റി. അപ്പം ഈ തുണി മാറ്റുന്നതോടുകൂടി ആ തുണി തന്നെയാണോ വെച്ച് പിന്നെ ഉടുക്കണതെങ്കിൽ ആ തുണിയിൽ വെള്ളം ഉണ്ടാവും. കാരണം എൻ്റെ തോർത്ത മുണ്ടിലുള്ള നനവ് എവിടേക്ക് വരും? തുണിയിലേക്ക് വരും. പിന്നെ ഇന്നർ വെയർ, എൻ്റെ ബനിയന്, അണ്ടർവെയർ, ഇതിൽ മുഴുവനും വെള്ളം കയറും. ആ വെള്ളം അവിടെ നിലനിൽക്കും കുറേ സമയം. അപ്പോൾ സ്കിന്നിനത് തണുപ്പിക്കും. അപ്പം ഈ കുളിച്ച വെള്ളത്തിൽ തന്നെ ആയതുപോലെ മണിക്കൂർ കണക്കിന് എനിക്ക് തോന്നും. ബോഡിയിലെ മറ്റു വെള്ളങ്ങളൊക്കെ ഇതായി, പക്ഷെ ഇന്നർ വെയറിലെ വെള്ളം അവിടെ നടക്കും. ബനിയന്, അണ്ടർവെയർ, ഇതിൽ മുഴുവനും അങ്ങനെ നനവ് കിടക്കും. അത് എൻ്റെ ബോഡിക്ക് ഒരു കരുത്തരും. തണുപ്പാണത്. അതൊക്കെ ചെയ്യണം. ആ മനുഷ്യനൊരു പ്രശ്നമുണ്ടാവും. ഓൻ ഇംഗ്ലീഷ് കുളിക്കും, അല്ലാതെ കുടിക്കൊന്നും വേണ്ടി വരില്ല. അള്ളാഹു ഇംഗ്ലീഷ് കുളി കുടിക്കുന്നതിന് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ആയുർവേദം കുടിക്കാൻ, ആയുർവേദം എന്നാണ് ഇംഗ്ലീഷ് കുളിക്കാൻ. ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് കുളിക്കുക പൊടിച്ചിരുന്നാണ് ആയുർവേദം. ഒന്നും കണക്കാക്കണ്ട. ഇത് കഷായം കുടിക്കുകയാണെങ്കിൽ ഇതിനെ വിശ്വസിക്കണ്ട. അതിലൊക്കെ പാരാസെറ്റമോൾ പൊടിച്ചിട്ടുണ്ടോ? ഇന്ന് അങ്ങനെയാണ് ഒരു കാലം, പുതിയ കാലമാണ്. ചതിയ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ, അൽഹിമിയത്ത് പ്രൊട്ടക്ഷൻ, അൽഹിമിയത്തു അഫ്ളലു മിനദ് ദവാ, മരുന്നിനൊക്കെ നല്ലത് പ്രൊട്ടക്ഷനാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം കൂടി ഒരു കിതാബ് ഞാൻ കണ്ടു, അൽഹിമിയത്തു അഫ്ളലു വഅഖ്വാ മിനദ് ദവാ, മരുന്നിനേക്കാൾ നല്ലത് പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ ചിലവില്ല, സൂക്ഷിച്ചാൽ മതി. മനസ്സിലായില്ലേ? നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ പുളിപ്പിച്ച ഭക്ഷണം രാത്രി കഴിക്കരുത്. പുളിപ്പിച്ച ഭക്ഷണത്തിൻ്റെ സമയം എന്താ? വെയിലൂടായിട്ട് പുളിപ്പിച്ച ഭക്ഷണം രാത്രി കഴിക്കുന്നവർക്ക് ആരോഗ്യം കുറയും. തൈര്, മോര് ഒന്നും രാത്രി കഴിക്കരുത്. പുളിപ്പുള്ള ഭക്ഷണമാണ്, പുളിപ്പ് കൂട്ടും. എന്തിന്? പിന്നെ മീൻ രാത്രി കഴിക്കണ്ട. മീൻ പകലേച്ചാണ്. മീൻ പകലേച്ചോ. മീനിന് എപ്പോഴും നമ്മൾ പുളിപ്പിക്കണ കൂടും. ഒരു എന്താ പറയുക, ഒരു കുടംപുളിയോ മറ്റോ ഒക്കെ ഇടല് എന്തിലാണ്? മീൻ നല്ല രസമാണ്. പകൽ കഴിച്ചോ. ആ പുളിപ്പുള്ള സാധനം, പുളിപ്പുള്ള പകൽ കഴിക്കണം. മീൻ പൊതുവെ രാത്രി മീനിൻ്റെ സമയമല്ല. മീൻ അസ്ലൻ ഒരു പുളിപ്പുണ്ട്, അതുകൊണ്ടാണ് അതിൽ പുളിപ്പ് ചേർക്കുന്നത്. മീൻ ഏറ്റവും നല്ലത് പകലാണ്. തൈര് പകലല്ലാതെ കഴിക്കണേ. തൈര് പകലല്ലാതെ കഴിക്കാൻ 6 മണിയായപ്പോൾ തൈര് വയ്ക്കരുത്. മഗ്‌രിബിൻ്റെ മുമ്പ് തന്നെ തൈര് നിർത്തണം. മഗ്‌രിബിൻ്റെ അടുത്ത് പോലും തൈരിന് പറ്റില്ല. തൈര് ശരീരനാശാക്കും രാത്രിയായാലും. അതേ സമയത്ത് ഉച്ചക്ക് തൈരും മോരും കഴിക്കാതിരിക്കുകയും ചെയ്യരുത്. ഉച്ചഭക്ഷണത്തിന് തൈര് കൂട്ടണം നിർബന്ധം പോലെ. ആമാശയത്തിന് വൃത്തിയാക്കും, കൂവത്ത് തരും. ഒരുപാട് രോഗത്തിന് പരിഹാരമാണ് ഉച്ചക്ക് തൈര് കഴിക്കൽ. രാത്രി തൈര് കഴിക്കുകയും ചെയ്യരുത്. സമയങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഹറാമാണെന്നല്ല പറഞ്ഞതിനർത്ഥം. ഇപ്പം മൂപ്പര് രാത്രി മീൻ കൂട്ടാൻ പാടില്ല എന്നിപ്പോൾ പുതിയ പത്ത് പറഞ്ഞ്, അല്ല ഇനിയിപ്പോൾ ഇത് കേട്ട ഒരു തന്നെ വേഗം പറയാൻ എന്താണെന്നറിയോ, മൂപ്പർക്ക് ഇപ്പോൾ പുതിയ മസലയാണ്. ഇപ്പോൾ രാത്രി ഒന്നും മീൻ കൂട്ടാൻ പാടില്ല എന്ന് അങ്ങനെ പറയും. അതല്ല ഞാനീ പറയണത്. അന്നെൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. മീനൊരു പ്രശ്നമുണ്ട്. മീന് ഇപ്പം വെയിലുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ മീൻ പൊതുവെ കഫം ഉണ്ടാക്കും. മീൻ പൊതുവെ കഫമുണ്ടാക്കും. കഫം കൂടിയാൽ അലൈൻമെന്റ് തെറ്റും, ബുദ്ധി വർക്ക് ചെയ്യൂല. ഇറച്ചി മീൻ പോലത്തെ ചൂടാക്കി ഉപയോഗിക്കരുത്. ഇറച്ചി മീൻ പോലത്തത് രണ്ടാമത്തെ ഉപയോഗിക്കാം. അതിന് നാച്ചുറൽ രീതിയിൽ ഉപയോഗിക്കണം. അതിനപ്പുറത്തേക്ക് ചൂടാക്കി ഉപയോഗിക്കരുത്. ചൂടാക്കിയാൽ വിഷം വരുന്ന ഭക്ഷണങ്ങൾ, ചൂടാക്കിയാൽ വീണ്ടും വിഷം വരുന്ന ഭക്ഷണങ്ങളിൽപ്പെട്ടാണ് ഇറച്ചി മീനും. ചൂടാക്കരുത്. തിരിഞ്ഞിട്ടില്ല. ഇറച്ചി പിന്നെ ചൂടാക്കിയാൽ അതിൽ വിഷാംശം വരും. ഇറച്ചി പിന്നെ ചൂടാക്കരുത്. മീൻ പിന്നെ ചൂടാക്കരുത്. തിരിഞ്ഞില്ല. ഹോട്ടലുകളിൽ എന്താ ചെയ്യുന്നത്? വീണ്ടും ഓരോ വീടിനനുസരിച്ച് ചൂടാക്കി എങ്ങനെ കൊടുക്കും? ഈ ചൂടാക്കിയ ഭക്ഷണം രാത്രി 1 മണി 2 മണി വരെ എന്ന് നമ്മൾ വലിയക്കറി കഴിക്കും. കഴിഞ്ഞല്ലോ. ആരോഗ്യമുള്ളവനാരാ? ആരോഗ്യ മലബാർ നഷ്ടപ്പെടും ഇന്നത്തെ ഈ ഭക്ഷണം. ഞാൻ പറയുന്നത് മീന് സൂര്യൻ ചക്രവാളത്തിൻ്റെ പരിധിയിലല്ലാത്ത സന്ദർഭത്തിൽ മീനിൽ കഫം കൂടും.
കഫം രോഗിയാക്കും, കഫം അക്കലിനെ കുറക്കും, ബുദ്ധി വർക്ക് ചെയ്യൂല കഫം കൂടിയാൽ. കഫം കൂട്ടുന്ന ഭക്ഷണമാണ് എന്ത്? മീൻ. അതേസമയം മീൻ നല്ലതാണ് പകലിൻ്റെ സമയത്ത്. പുളിപ്പ് ഭക്ഷണമാണ്. അതിന് സ്വമേധയാ പുളിപ്പുണ്ട്, അല്ലെങ്കിലും പുളിപ്പയിൽ കൂട്ടുകയും ചെയ്യും. പുളിപ്പുള്ളതാണ് അതിന് പുളിപ്പ് കൂട്ടുന്നത്. ഇറച്ചിലാവും പകലൊക്കെ കഴിക്കാം, പക്ഷേ ഇറച്ചി തൈര് കൂട്ടണം. ഇറച്ചി തൈര് കൂട്ടൽ ഇറച്ചിക്ക് നല്ലതാണ്, പക്ഷേ എപ്പോഴാക്കരുത്, രാത്രി ആക്കരുത്. ഇറച്ചി മീൻ ഇതൊക്കെ പകല കഴിക്കേണ്ടത്. കാരണം ഹളുമ്, അതായത് നമ്മളെ ഇതൊക്കെ ഉള്ളിൽ കിടന്ന് വേവിക്കണ സമയം ആ പണി ആർക്കാണല്ലോ കൊടുത്ത്? സൂര്യന്. വേറെ ആർക്കും ആ പണിയില്ല, അയാൾക്കാണ് പണി. അതുകൊണ്ടാണ് രാത്രി ഭക്ഷണം ഒഴിവാക്കി. അതെ, അൽ ഐഷ ഒക്കബിൽ ഐഷ, ഇഷാന് മുമ്പായിരിക്കണം രാത്രി ഭക്ഷണം. ആ സമൂഹത്തിന് ആരോഗ്യം ഉണ്ടാവും. കാണാൻ ചുരുക്കുണ്ടാവും, ആരോഗ്യം ഉണ്ടാവില്ല. ഇപ്പോൾ അപ്പോൾ എന്ത് പറയാൻ കാരണം അത് തന്നെ വെള്ളത്തിന് വെള്ളം അത് കുടിക്കുക. 70 വട്ടം ഫാത്തിഹ ഓടുക. കുളിക്കുമ്പോഴൊന്നും തോർത്തേ ചെയ്ത് അതൊക്കെ ശ്രദ്ധിക്കണം. ഒന്നും വേണ്ട. അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് ജീവിച്ചത്? അങ്ങനെ ഏറി വന്നാൽ ഒന്ന് കൊടയും, കൈയൊക്കെ ഒന്ന് കൊടയും, ഒന്നു ചെയ്ത കൊടയും, തോർത്തൂല. ആ അവയവത്തിൽ ആ വെള്ളം നിൽക്കുന്ന കാലത്തോളം വെള്ളത്തുള്ളി ഇസ്തിഗ്ഫാർ ചെയ്യും ഈ വ്യക്തിക്ക്. എന്താ പറഞ്ഞ്? കുളിക്കുകയും ഒന്നു ചെയ്യുകയും ചെയ്യുന്ന വെള്ളം ശരീരത്തിൽ ഉണ്ടാവുന്ന കാലത്തോളം ആ വെള്ളത്തുള്ളി ഇസ്തിഗ്ഫാർ ചെയ്യും, പൊറുക്കലിന് തേടും. ആർക്ക്? ഈ വ്യക്തിക്ക്. ജനാപത്തിൽ നിന്നോ ഹൈദ് നിഫാസിൽ നിന്നോ ഒരു വ്യക്തി ശുദ്ധിയാകാൻ വേണ്ടി അള്ളാഹിൻ്റെ വജഹിന് വേണ്ടിയല്ലേ കുളിക്കുന്നത്? അള്ളാഹിൻ്റെ വജഹിനല്ലേ ഒന്നു ചെയ്യുന്നത്? ആ വെള്ളത്തിൻ്റെ തുള്ളിക്കൊരു പ്രത്യേകത ഉണ്ട്. ആ വെള്ളത്തിൻ്റെ തുള്ളി ഇയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും റബ്ബിനോട്. അത് ശരീരത്തിലുള്ള കാലത്തോളം എന്തിനാ തോർത്തിക്കളയുന്നു? അത് ആദ്യം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് നിങ്ങളൊന്ന് ശീലിച്ച് നോക്കി. തോർത്താനേ കഴിയില്ല. കാരണം അതിൻ്റെ ഒരു സുഖം അനുഭവിച്ചാൽ, അത് സുഖം അനുഭവിക്കണം. അതിൻ്റെ ഞാൻ തോർത്തേയില്ല. കുളിച്ചാലും തോർത്തില്ല, ഒന്നും ചെയ്യാൻ തോർത്തില്ല. തോർത്താനല്ല. മുങ്ങി കുളിക്കുന്നതിനേക്കാൾ ഞാൻ അപ്പം ആ ചോദിച്ചതിനർത്ഥം കോരി കുളിക്കുന്നതിനേക്കാൾ അതന്നെയല്ലേ. കാരണം തെറിക്കാനുള്ള പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പം ചുരുക്കത്തിൽ അവസാനിപ്പിക്കാൻ കിട്ടുന്നില്ല. ചിന്തിക്കണം. അപ്പോൾ ഒരാൾ 7 ദിവസം എന്ത് ചെയ്തു? എല്ലാ ദിവസവും 70 വട്ടം വെള്ളത്തിൽ ഓതി. ഒരു ശുദ്ധിയായ വെള്ളം. ഇപ്പം നേരത്തെ മഴവെള്ളം ചോദിച്ചപ്പോഴാണ് ആ വിഷയം എങ്ങനെ നീണ്ടുപോയത്. ശരിബഹു, പിന്നെ അത് കുടിച്ചു എങ്കിൽ ഇർസഖുല്ലാഹു തആല, ഇത് നമുക്ക് കുട്ടിയൊക്കെ ചെയ്തു കൊടുക്കാം. പ്രത്യേകിച്ച് മഴവെള്ളമാണെങ്കിൽ വളരെ നല്ലതാണ്. എങ്കിൽ ആ കുട്ടിക്കോ ആ വ്യക്തിക്കോ അള്ളാഹ് കൊടുക്കും ബി ഫദ്ലിഹി, ആ അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ട് കൊടുക്കും. അൽ ഇൽമ കൊടുക്കും, അൽ ഹിക്മത തത്വജ്ഞാനം. ഓ യുതഹിറു ഖൽബഹു, അവൻ്റെ കൽബിനെ അള്ളാഹു തആല ശുദ്ധീകരിക്കും. മിനൽ അഫ്കാരിൽ ഫാസിദ, മോശമായ ചിന്ത ഒഴിവാക്കും. മോശമായ ചിന്ത ഒഴിവാക്കിട്ട് നോക്ക്. മോശമായ ചിന്ത വെറുതെ എങ്ങനെ വരിക? അപ്പം ആ ചിന്ത വരുന്ന ആളുകൾ ഈ അമലെന്ന് ചെയ്ത് നോക്ക്. ചെയ്യണില്ല, പക്ഷെ തോന്നുക, വൃത്തികേട് ചെയ്യാൻ വേണ്ടി തോന്നുക. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പം ഇത് ആ വൃത്തികേട് ചെയ്യാനുള്ള ഈ മനസ്സൊന്നും മാറിപ്പോകാൻ വേണ്ടി എന്ത് ചെയ്യുക? എന്ത് ചെയ്യുക? വെള്ളത്തിന് 70 വട്ടം ഫാത്തിഹ ഓതി ഊടുക. എന്നിട്ടോ അള്ളാഹു തആല ആ വ്യക്തി ആക്കി തീർക്കും. കുട്ടിയാണെങ്കിലും ബാപ്പയാണെങ്കിലും സക്കിയൻ, ബുദ്ധിമാനാക്കും. ലാ യൻസാ മാ സമിഅഹു, കേൾക്കുന്നതൊന്നും പെട്ടെന്ന് മറക്കാത്തൊരു വ്യക്തിയാക്കും. അവർ കുട്ടിക്ക് മറവിയുണ്ട്, ആ കുട്ടിക്ക് ബുദ്ധി കുറവാണ്. എന്താ ചികിത്സ? ഈ അമല് ഒരാഴ്ച കഴിഞ്ഞ് ചെയ്തു, ഒരാഴ്ച കൂടി കാത്തിക്കുക, പിന്നെ ഒരാഴ്ച പിന്നെ ചെയ്യുക. പലവട്ടം ചെയ്യേണ്ടി വരും. ഒരാഴ്ച ഈ അമല് ചെയ്തു, ഇനി ഒരാഴ്ച ഒന്ന് ഇടയിടുക, പിന്നെയും ഒരാഴ്ച കൊണ്ട് ചെയ്യുക, പിന്നെ ഒരാഴ്ച ഇടയിടുക, പിന്നെയും ചെയ്യുക. അങ്ങനെ ചെയ്ത് എത്രയും കൊണ്ടുപോകാം. അതിനനുസരിച്ച് ഈ കുട്ടിയിൽ എന്തുണ്ടാവും? മാറ്റണ്ടാവും. അല്ലല്ല, എല്ലാ ദിവസവും ആ കൊടുക്കുക, അന്ന് കുടിക്കുക. ഓരോ ഫാത്തിഹ ഒരു 70 ഫാത്തിഹ. എനിക്ക് 70 ഫാത്തിഹ എന്ന് പറയുമ്പോൾ ഒരു 7 ഫാത്തിഹ കഴിഞ്ഞാൽ ഒരു ഊത്ത്, അവർ 10 ഊത്തെങ്കിലും വരും. ഏറ്റവും ചുരുങ്ങിയത്. അവിടെ നിന്നും ഇപ്പം നമ്മൾ പിന്നെ ഓരോന്നും ഊത്ത് എന്ന് പറയാത്ത കാലത്തോളം അങ്ങനെ നമ്മൾ ചെയ്യാവുന്നില്ല. എന്നാലും ഇടക്കിടക്ക് ഊതണം. എന്തും കണക്ക് അങ്ങനെ തന്നെ. ഇപ്പം യാസിനെ നമ്മൾ ഒരു മുബീനാകുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഊത്ത്. ആ വെള്ളത്തിൽ അങ്ങനെ ഊതാറപ്പം എന്താണ്? ഇഷ്ഫി തന്നെ, ഇഷ്ഫി റബ്ബെ നീ ശിഫ നൽകി. അതിൻ്റെ അർത്ഥം അങ്ങനെ ഉഫ് എന്നാണ് ഊതല്ല. വെള്ളത്തിൽ ഉഫ് എന്നാണ് ഊതല്ല. പിന്നെന്താ? ഇഷ്ഫി. ഈ അക്ഷരം വെള്ളത്തിൽ തട്ടിയാൽ മതി, അതിന് ഫലം ഉണ്ടാവും. ഇഷ്ഫി
റബ്ബേ ഇത് നീ ഷിഫയാക്ക്. അതിൻ്റെ അർത്ഥം അതാണ്. അതാണ് ഊത്ത്. നമ്മൾ ഊത്ത് എന്ന് പറയാന്നുള്ളൂ, ഊത്തല്ല. പിന്നെന്താ ഇഷ്ഫി എന്നുള്ള വാക്ക്. വെള്ളം എടുത്തു നമ്മൾ ഫാത്തിഹ അതാണ് ഊത്ത്. അത് ഊത്തല്ല, അതൊരു വാക്ക് പറയില്ല. എന്ത് അതൊരു ദുആയാണ്. എന്ത് ഇഷ്ഫി റബ്ബേ ഷിഫ നൽകി, റബ്ബേ ഷിഫ നൽകി. ഒക്കെ ഒരു അമലാണ്, ഒക്കെ ദുആയാണ്. ആ വാക്കിൽ ഷിഫ ഉണ്ട്. ഷിഫ എന്നുള്ള വാക്ക് അള്ളാഹ് ഉപയോഗിച്ച വാക്കാണ്. ഷിഫ ഖുർആന്റെ വാക്കാണ് ഷിഫ. ആ വാക്കാണത്. അതായത് ഊത്തല്ല. ഊത്തിന് ഊത്തേയല്ല, ഊതല്ല. വെള്ളത്തിൽ കൂതാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? നമുക്കിനെ അറിയില്ല അതെന്തല്ല ഊത്തല്ല. ആ വെള്ളത്തിലേക്ക് നമ്മളൊരു ദുആ നടത്തുകയാണ്. എന്ത് ഇതൊന്നും പൊതുജന അതിന് എന്ത് പറയും? നിങ്ങൾ ഊതിത്തരും മൂല്യരെ. ഊതല മൂല്യർ വെറുതെ ഊതിയോട് കാര്യമല്ല. അല്ലെങ്കിൽ ആ ജാതി മൂല്യരാണോ CM-നെ പോലത്തെ? അവർക്കൊന്നും ചായിട്ടില്ലല്ലോ. ഇവിടെ ഊത്തല്ല, പിന്നെ എന്താണത്? ഒരു ദുആയാണ്. ഇഷ്ഫി റബ്ബേ നീ ഷിഫ നൽകി. അതാണ് ഇതിനർത്ഥം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാം. നീട്ടി പറയുന്നില്ല, അവസാനിപ്പിക്കാം. ഇതൊക്കെ ചെയ്യാം. വലിയ കാര്യമുണ്ടാവും, അള്ളാഹിൻ്റെ പൊരുത്തമുണ്ടാവും. ഒരുപാട് ഇനിയും അടുത്തൊല്ലം വേറെന്ന് പറയും. ഇനിയുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫാത്തിഹ സൂറത്തിൻ്റെ ഫളിലാണ് വലിയതാണ്, ചെറുതൊന്നുമല്ല. എപ്പോഴും കൊണ്ടിറക്കുക. പിന്നെ എപ്പോഴും റസൂലുള്ളാഹിക്ക് ഫാത്തിഹ തരണം. ഞാൻ എൻ്റെ കുട്ടികളൊക്കെ ഉപദേശിക്കാം എപ്പോഴും. അള്ളാഹു റസൂലാണ് നമ്മൾ നേതാവ്. അവരെ കൊണ്ട് നമ്മളുണ്ടായത്, അവരെ കൊണ്ട് നമ്മൾ വലുപ്പത്തരം. നമ്മളെ വലുപ്പത്തരം റസൂലുള്ളാഹിനെ വലുപ്പത്തരം, നമ്മൾ വലുപ്പത്തരമില്ല. എന്തും അത് റസൂലുള്ളാഹിക്ക് ഹദിയാക്കണം. ഞാൻ സ്വതക്ക കൊടുക്കണമെങ്കിൽ പോലും അതിൻ്റെ ഫലം എൻ്റെ റസൂലുള്ളാഹിക്കും എൻ്റെ വാപ്പാക്കും മക്കും നിയത്ത് ചെയ്യണം. അതിൻ്റെ ഫലം റസൂലുള്ളാഹിക്കും കിട്ടണം, പിന്നെ എൻ്റെ അമ്മാക്കും വാപ്പാക്കും കിട്ടണം. അപ്പോൾ അല്ലാഹു തആല എൻ്റെ മേൽ റഹ്മത്ത് ചെയ്യും. റസൂലുള്ളാഹിനെ മറക്കരുത്. എന്ത് ചെയ്യാൻ റസൂലുള്ളാഹിനെ മറക്കരുത്. അതിൻ്റെ സവാബ് റസൂലുള്ളാഹിക്കും കിട്ടണം, എൻ്റെ അമ്മാക്കും വാപ്പാക്കും കിട്ടണം. മനസ്സിലായോ? നമ്മളെ എല്ലാ റസൂലുള്ളാഹിനെ, പിന്നെ നമ്മൾ അമ്മയും വാപ്പയാണ്. അവർ മുതിർന്ന് നമ്മളുണ്ടായാലേ ഇപ്പം നമുക്ക് അവരോട് ബാധ്യതയുണ്ട്. അവർക്ക് ഖൈറിനോട് ദുആ ചെയ്യണം. അങ്ങനെ നമ്മൾ പരാജയപ്പെടില്ല, പേടിക്കണ്ട. എന്താ ലോകത്ത് സംഭവിക്കുക അത് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എല്ലാവരും ചോദിക്കണ്ട് ഇനി എന്താ അവസ്ഥ, അതെന്താ എന്തുണ്ടായാലും നോക്കണ പണിയിട്ട് എനിക്കുണ്ടോ? ഇനിയിപ്പോൾ എന്താ അവസ്ഥ അതെന്താക്കുക? ഞാൻ അപ്പം ഇനി ഉണ്ടാകുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. എപ്പോഴും ഒന്ന് ചക്കട്ടപ്പോൾ മൈലൊട്ടി നല്ല അർത്ഥമില്ലേ അർത്ഥം അല്ല, നമ്മളതിനെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ഈ ആരൊക്കെ എന്തുണ്ടായാലും എനിക്കൊന്നും പറ്റൂല, എൻ്റെ റബ്ബിന് തരും. എന്തുണ്ടായാലും എന്താ, ഇവിടെ എന്തുണ്ടായാലും എന്താ. ഇനിയിപ്പോൾ ഇറാൻ തകർന്നാലൊക്കെ തകർന്നാലൊക്കെ തകരും. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത. ഇതല്ലേ നമ്മളെ മുദ്രാവാക്യം. മാഷാ അല്ലാഹു കാൻ, അള്ളാഹു ഉദ്ദേശിച്ചതെല്ലാം ഉണ്ടാവും. വമാ ലം യശഅ ലം യകുൻ, അവൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുകയുമില്ല. വലാ ഹൗല വലാ ഖുവത, ഒരാൾക്കൊന്നിന് രക്ഷപ്പെടാനോ ഒരു നന്മ ചെയ്യാനോ കഴിയില്ല. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഉന്നതനും ഏറ്റവും മഹാനുമായ എൻ്റെ റബ്ബിൻ്റെ മഹത്വം കൊണ്ടല്ലാതെ. അതല്ലേ നമ്മൾ ഇവിടെ എന്തുണ്ടായാലും എന്താ, എല്ലാം ഉണ്ടായി. ഇന്നത് നമുക്കെന്താ, ഒന്നും ഉണ്ടായില്ല, എനിക്കെന്താ. ഇറാൻ തകർന്നു, അതിന് ജനനെ പഞ്ചർക്കണം. എനിക്ക് എൻ്റെ ഉത്തരവാദിത്തമല്ല. ഇജ് തകർക്കരുത്, ഇജ് നാശാകാന്ത ആർക്കും ചെയ്ത് റബ്ബെ രക്ഷപ്പെടുത്തണം. കാരണം അങ്ങനെയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. എൻ്റെ ഉത്തരവാദിത്തം നിർത്തരുത്. ഇവിടെ പലതും നടക്കും. മനസ്സിലായില്ല? നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ട് നമ്മൾ ഇബ്രാഹിം എൻ്റെ ഒരു ചങ്ങായ. അപ്പോൾ എന്നോട് പറഞ്ഞ് എന്നെ സംഭവാമി യുഗേ എന്നല്ല ഉസ്താദെ, സംഭവാമി യൂഗോ എന്നാണ്. എന്താടാ അങ്ങനെ ചോദിച്ചു. സംഭവാമി യൂഗോ എന്ന് പറഞ്ഞാൽ സംഭവാമി സംഭവം ഇവിടെ പലതും നടക്കും. യൂഗോ വണ്ടി വിട്ടു. ഇവിടെ സംഭവം പലതും നടക്കാണ്ട് ഇജ് വണ്ടി വിട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് എന്നോട് പറയാം ഒരു ദിവസം. എന്ന് പറഞ്ഞ മാതിരി മനസ്സിലായില്ല. ഇവിടെ എന്ത് നടന്നാലും എനക്കെന്താ, എന്ത് നടന്നോട്ടെ എനക്കെന്താ, എനക്ക് ഒന്നും ഇജ് തകർന്നാലേ നിനക്ക് എന്തിനു പറ്റുള്ളൂ. അതേസമയത്ത് ഒന്നിനെ തകർച്ചത് ആഗ്രഹിക്കേണ്ട, എല്ലാം ഹൈറായി നിലനിൽക്കാൻ ഉദ്ദേശിക്കണം. ഈ ബന്ധം നിലനിർത്തണം. ആരോട്? അള്ളാഹിനോട്. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു സമയത്ത് നമ്മൾ മുളങ്കൂട്ടം അറിയില്ലേ? മുളങ്കൂട്ടം, ഈ മുളങ്കൂട്ടത്തിൽ പാടുണ്ട്. ഒരു 8-10 കൊല്ലം കഴിഞ്ഞാൽ, എൻ്റെ വലിയ പകർക്ക് പതിവുണ്ടായിരുന്നു, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ മുളങ്കൂട്ടത്തിൻ്റെ അടിയിൽ വേനൽക്കാലത്ത് തിരിച്ചാണ് കൊടുക്കും. നിന്നോട് കത്തി എറിഞ്ഞിരും. എന്തിന്?
ആ കത്തിന് നടത്തിയത് കരിഞ്ഞ് തീർന്നാലേ അടുത്ത കൊല്ലത്തെ ആണ്ട മുളക്ക് കരുത്തുണ്ടാവും. പിന്നെ വരുന്ന മുളക്ക് എത്ര വണ്ണുണ്ടാവും. അത്രേ ഇതിനർത്ഥമുള്ളൂ. തിരിഞ്ഞിട്ടില്ല. ചിലതൊക്കെ അള്ളാഹു തആല നശിപ്പിക്കും. അതെന്തിനാ? പുതിയത് കരുത്തുള്ളതിൽ മുളച്ചു വന്നാണ്. ആ ഉറപ്പ് നിങ്ങൾ സംശയിക്കാൻ വേണ്ട. ഈ സുഖിച്ച് നടക്കുന്നവർ തകരും. അതേസമയത്ത് വിഷമിക്കുന്നവരിൽ ലോകം നിയന്ത്രിക്കുന്നവരുണ്ടാവും. അതൊക്കെ അല്ലാഹുവിന്റെ തദ്ബീറാണ്. അതിൽ നമ്മൾ വിചാറാണ്ട്. ഇതൊക്കെ തകർന്നാൽ ജലലുണ്ടാക്കിയത് തകർന്നാനക്കെന്താ? ഒമാലം യശൈലം യകുൽ. എൻ്റെ റബ്ബ് ഉദ്ദേശിക്കാത്തതൊന്നും ഉണ്ടാവൂല. പിന്നെ നിനക്കെന്താ ബലം? അനക്ക് ആരോട് ബന്ധപ്പെട്ടാൽ മതി? അള്ളാഹ്. ബസ് അത്രയൊക്കെ ആവശ്യം. പക്ഷെ അള്ളാഹിനോട് ബന്ധം നിലനിർത്തണം. ഇജ്ജ് മരിച്ചു അൽഹംദുലില്ലാഹ്, ഇജ്ജ് ജീവിച്ചു അൽഹംദുലില്ലാഹ്, ഇജ്ജ് മരിച്ചാലെന്താ? എൻ്റെ സ്നേഹിതൻ ബഹുമാനപ്പെട്ട CK മാണിയൂർ ഞാൻ മരിച്ചു. ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഒരു വല്ലാത്ത മനുഷ്യനാണ് CK. ഒരു സമയം വെറുതെ കളിയില്ല. കിറാണ് ഫുൾ ടൈം. അങ്ങനെ മനുഷ്യൻ ഞാൻ ഈ കേരളത്തിൽ എൻ്റെ ആയുസ്സിൽ CK മാണിയൂർ സാഹിബിനെ പോലത്തെ ഒരു മനുഷ്യനെ ഞാൻ ഈ 10-25 കൊല്ലത്തിനുള്ളിൽ കണ്ടിട്ടില്ല. അപ്പം ആദ്യം നോമ്പ് നോറ്റ് മരിച്ചു. നോമ്പുറക്കാൻ വേണ്ടി എന്നോട് വരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കഴിഞ്ഞില്ല. പിന്നെ രോഗിയായി ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നല്ല മനുഷ്യനായിരുന്നു. അപ്പം ആ മനുഷ്യൻ്റെ അവസ്ഥ ഇപ്പം എന്താണ്? എന്തായാലും എന്താ നന്മയാകും. കാരണം റബ്ബിനെ ഒഴിവാക്കാത്ത വ്യക്തി എവിടെ എത്തിയാലെന്താ? നമ്മൾ അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മരിക്കലേ അനിവാര്യതയല്ലേ? നമുക്ക് പറഞ്ഞ് മനസ്സിലായില്ല. ഒരു മനുഷ്യന് ബന്ധം വേണം ആരോട്? അള്ളാഹുവിനോട്. അതന്നെ. പിന്നെന്താ ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ, ഞാൻ ഈ മനുഷ്യനെ അത് ദിക്റില്ല അല്ലാതെ കണ്ടിട്ടില്ല. ഫുൾ ടൈം 25 കൊല്ലം ആവുമ്പോൾ അവരും എന്താണ് ഈ ആഴ്ച വിളിച്ചിട്ടുണ്ട്, ഈ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ട്. നോമ്പുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോമ്പുറക്കാൻ വെള്ളിയാഴ്ച നോമ്പുറക്കാൻ വരാം, വെള്ളിയാഴ്ച ഞാൻ നോമ്പുറക്കാൻ നിങ്ങളെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. പിന്നെ രോഗം വന്നു, ആശുപത്രിയിലായി. തിങ്കളാഴ്ച രാവിലെ മരിച്ചു. എനിക്കങ്ങനെ ഇതൊന്നും വിഷമോ ഇല്ല. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ കാര്യത്തിൽ വിഷമിക്കണ്ട. എന്തുകൊണ്ട്? അത് അള്ളാഹുമായി ബന്ധമുള്ള ആളാണ്. ആ അള്ളാഹ്ക്ക് ഈ മനുഷ്യന്, നമുക്ക് ആ മനുഷ്യന് ഇത്ര സന്തോഷം ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് എത്ര ഉണ്ടാവും? അള്ളാഹ് ക്രൂരനല്ലല്ലോ, അള്ളാഹ് നീതിമാനല്ലേ, അള്ളാഹു റഹ്മാൻ റഹീം അല്ലേ. അപ്പം ഈ ആരെ ഓഫീസിക്ക് ബന്ധം ഉണ്ടാക്കിയാൽ മതി, അള്ളാഹിൻ്റെ ഓഫീസിക്ക് ബന്ധം ഉണ്ടാക്കിച്ചോ. പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്താ? ഇപ്പം എല്ലാവരും കൂടെ മരിച്ചു അൽഹംദുലില്ലാഹ്. അപ്പം എൻ്റെ പെണ്ണുങ്ങളും കൂടി നല്ല കുളത്തിൻ്റെ കരയിൽ ചിരിച്ചുകൊണ്ട് ഇരിക്കണിൻ്റെ ഇടയിൽ നിങ്ങൾ രണ്ടാളും കുളത്തിക്കാണ് കൊഞ്ഞാടി നിൽക്കുക. അങ്ങനെ കുളത്ത് മുതൽ മുങ്ങിയിട്ട് അവിടെ നീന്തുന്നടിയിൽ പിന്നെ നിങ്ങൾ രണ്ടാളും അവിടുന്ന് ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ എന്തേലും നടന്ന് ഇതന്നെ ചങ്ങായി മരണം. ഇതിനപ്പുറം രൂപമായി എനിക്ക് പറയാനില്ല. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചിരിച്ചും കൊളിച്ചും ഉമ്മച്ചും അങ്ങനെ കുത്തിരിക്കാണ് കുളത്തിൻ്റെ കാര്യത്തിൽ. അതിനടിയിൽ രണ്ടാളും ആ പുല്ല് അങ്ങനെയാണ് ഉതിർന്ന് കറുക പുല്ലേനി അതങ്ങനെയാണ് പോയി ഒറ്റ ചാടൻ രണ്ടാളും കുളത്തിൽ. അപ്പോഴും ചിരിച്ചു. കാരണം ഈ കുളത്തിന് ഇത്ര പാതാളത്തേക്ക് എത്തൂല, അതിന് ഇത്രേ ആളുകൾ നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയും ചെയ്യാം. അതന്നെയല്ലേ ഖബർ? ഖബർ പറഞ്ഞാൽ റബ്ബിൻ്റെ ഭൂമിയിൽ ഈ 6 അടിയൊന്നും ഉണ്ടാവില്ല. അങ്ങായി ഇതാകെ ഒരു 3-3.5. അപ്പോഴെ തന്നെ മയ്യത്തിൻ്റെ ആളുകൾ വന്ന് കഴിഞ്ഞില്ലേ എന്ന് ചൂടാലിടും. പിന്നെ കുറുക്ക മാന്താതിരിക്കാൻ കുറുക്കനോ അപ്പോൾ ഇക്കാലത്തെ കുറുക്കനല്ലേ. പഴയ കാലത്ത് 1000 കൊല്ലത്തെ മുമ്പത്തെ കുറുക്കിൻ്റെ ആരോഗ്യം ഇപ്പോഴത്തെ കുറുക്കനോട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പരിധി വിട്ടുള്ള കുറുക്കൻ മാന്തൂല്ല. വനക്കുറപ്പിക്ക ഇതിപ്പോൾ ഈ 3.5 അടിക്കല്ലേ എന്നെ താഴ്ത്തി വെക്കണത്. അതിൻ്റെ അപ്പുറത്ത് പാതാളത്തേക്കൊന്നും പോകില്ലല്ലോ, റബ്ബിൻ്റെ ആളും അല്ലേ. അപ്പോൾ അവിടെ അപ്പുറം രണ്ടാളി മറവ് ചെയ്തു, ഓല അങ്ങോട്ട് കൊണ്ട് ചുരുക്കും. എന്തത്രേ ഉള്ളൂ. ഇത് രണ്ടും ഒരാളോടെ മസ്തതയിലാണ്. ആരാ അവിടെ മക്കാരൻ? അല്ലാഹു. കുളത്തിൻ്റെ കരി ഇയാൾ തന്നെയാണ്, കുളം അയാൾ തന്നെയാണ്. ദുനിയാവാഹൊക്കെ തന്നെയാണ്. അപ്പോൾ കുളവും കുളത്തിൻ്റെ കാര്യം റബ്ബിൻ്റെയാണ്. ഇത് കുളത്തിൻ്റെ കാര്യമാണ്. പിന്നെ കുളത്ത് കിണറുന്നു. അപ്പോൾ നമുക്ക് ബണിയും ചിരി അവിടെയും ചിരി, ബണി സുഖം അവിടെയും സുഖം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസന. ഇവിടെ ദുഃഖമായിട്ട് അവിടെ സുഖിക്കണ്ട. ബണി സുഖം അവിടെയും സുഖം, ഇവിടെ സുഖം അവിടെയും സുഖം. സുഖമല്ലാതെ ഒന്ന് മുഅ്മിനായ മനുഷ്യൻ്റെ കാര്യം അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു. എല്ലാം അവന് നേട്ടമായിരിക്കും. അപ്പോൾ ജീവിച്ചാലും നേട്ടം, മരിച്ചാലും നേട്ടം. അള്ളാഹു നമ്മളൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. അപ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്ത്? എൻ്റെ ബന്ധം ആരോടാവുക? അല്ലാഹ്.
ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം സൂറത്തുൽ ഫാത്തിഹൻ്റെ വേറെ ചില വ്യാഖ്യാനങ്ങൾ 100 കൊല്ലം പറഞ്ഞാൽ തീരില്ല ഫാത്തിഹ. അതായുമായി കൊണ്ടെടുക്കുക. അങ്ങനെ എന്തിനും ഇപ്പോഴും എന്തൊരു കാര്യം ഞങ്ങളോട് ഞാൻ രഹസ്യം പറയാം, എന്തൊരു കാര്യം ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഫാത്തിഹ. ഇതൊരു ഡോക്ടറെ കണ്ട് ഒരു ഗുളിക കുടിക്കാൻ വേണ്ടി പറഞ്ഞാലും ആ ഗുളിക കുടിക്കണ എന്ത് ചെയ്യണം, റസൂലുള്ളാഹിക്കൊരു ഫാത്തിഹ എടുക്കണം. പക്ഷെ ഹൈറ് തരണം. ഡോക്ടർ വന്ന് എക്സ്റേ എടുത്തു വാ, ഞാൻ എക്സ്റേൻ്റെ ഹാളൊക്കെ കിടക്കണ മുമ്പ് റസൂലുള്ളാഹിക്കൊരു കാരണം ഇതുകൊണ്ട് നിനക്ക് ഇതെന്താ റേഡിയേഷനാണ്. റേഡിയേഷൻ കയറിയാൽ ഉള്ളിൽ ക്യാൻസറാകാൻ അവരൊറ്റ എക്സ്റേ എടുക്കൽ മതിയാവും. ഒരൊറ്റ എക്സ്റേ കൊണ്ട് എന്ത് കയറാം, ക്യാൻസർ ഉണ്ടാവും ഉള്ളിൽ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ എന്ത് വിചാരിച്ചേ? എന്താ ഈ സംഭവം? എന്താ റേഡിയേഷൻ? അതൊരൊറ്റ റേഡിയേഷൻ മതിയാവും എൻ്റെ ഉള്ളിൽ കരിയാൻ. അപ്പോൾ ഈ റഹ്മത്തുൽ ആലമീനായ റബ്ബിൻ്റെ അബ്ദായ മുസ്തഫ നബിക്ക് അള്ളാഹിൻ്റെ കലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊടുത്താളാ അവിടെ കണക്ട് ചെയ്ത് വെച്ചു. എനിക്കൊന്നും അറിയില്ല എൻ്റെ കാര്യം നബി, നിങ്ങൾ നോക്കണം. എൻ്റെ റബ്ബിൻ്റെ അബ്ദായ മുസ്തഫ റസൂലുള്ളാഹിക്ക് ഞാനിതാ ഫാത്തിഹ എൻ്റെ കാര്യം നന്നാക്കണം റബ്ബേ എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞ് ഈജ് പോയിക്കോ. ഇജെന്ന് വിചാരം നമ്മൾ നിരപരാധിയല്ലേ, നമുക്ക് പിന്നെ എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തോ, പക്ഷെ ഫാത്തിഹ ആയിരിക്കും ഓതണം. ഒരു ഫാത്തിഹ ആയിരിക്കും റസൂലുള്ളാഹിക്ക്, വേറൊന്നും വേണ്ട. ബാക്കി നമ്മളെ ഉത്തരവാദിത്വമല്ല. ഏത് രോഗം വന്നാലും അത് ഷിഫയാക്കൽ നമ്മൾ ഉത്തരവാദിത്തം. അത് ആരെന്നെ എനിക്ക് രോഗം വന്നാൽ ഷിഫയാക്കുന്നവൻ ആരെന്നെ? അതിൻ്റെ റബ്ബാണ്. എൻ്റെ റബ്ബ് എന്നെ ഷിഫയാക്കും. നമ്മൾ കണക്ഷൻ കൃത്യമാക്കി വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് ഫാത്തിഹ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചില നുറുങ്ങുകളൊക്കെ ഇൻഷാ അല്ലാഹ് പറയും. അതിനിടയിൽ പ്രധാനപ്പെട്ട ചില പഠനങ്ങളുണ്ട്, അത് നമുക്ക് നടക്കും ഇൻഷാ അല്ലാഹ്. بسم الله إلى حضرة المصطفى محمد صلى الله عليه وسلم وإلى حضرة أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان. الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر النفاثات في العقد ومن شر حاسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله العظيم. മകൾ SSLC പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി ഒരു സഹോദരി ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് SSLC പരീക്ഷ ആരംഭിക്കണം. മക്കളെല്ലാവരും അല്ലാഹു തആല വിജയിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ മക്കളും ജാതി മതഭേദമന്യേ എല്ലാ മക്കളെയും, എല്ലാ വീട്ടിലെ മക്കളും, ഏത് ജാതി മതത്തിൽപ്പെട്ട മക്കളാണെങ്കിലും അല്ലാഹു തആല അവരെയൊക്കെ SSLC പരീക്ഷയിലൊക്കെ വലിയ വിജയം നേടാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. മൂത്ര തടസ്സം മാറാനും ഗർഭപാത്രത്തിൽ മുഴ മാറാനും ദുആ ചെയ്യാൻ വേറൊരാൾ അല്ലാഹുവേ അത് രണ്ടവർക്ക് നീക്കി കൊടുക്കണമേ റബ്ബേ. ഷിഫ നൽകണമേ റബ്ബേ. സന്തോഷവും ആഫിയത്തും ഖൈറും റാഹത്താക്കി കൊടുക്കണമേ റബ്ബേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ രാവിലെ അല്ലാഹ് ക്ലാസ്സാണ്, മറക്കരുത്. എല്ലാ റമളാനാണ്, വലിയ ഖൈറുണ്ടാവും ആ ക്ലാസ്സിലൊക്കെ. അതിലൊക്കെ കഴിയുന്നത്ര ആളുകളൊക്കെ ഹാജരാകണമെന്ന് അപേക്ഷിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹു വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്നാ ഇജ്തിനാബഹു. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين ودمر أعداءنا أعداءك أعداء الدين وحل كلمتك إلى يوم الدين. പടച്ചോനെ ഞങ്ങളെയൊക്കെ നീ രക്ഷപ്പെടുത്തണമേ.